ഹായ് നമസ്കാരം. എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4 സെൻറ്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളായിട്ട് നിർമ്മിച്ച ഒരു മനോഹരമായിട്ടുള്ള വീടിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ആലുവ ടൗണിൽ നിന്നും 6 കിലോമീറ്റർ മാറി ചൂണ്ടിയിലാണ് ഈ വീട്. എൻ്റെ പുറകിൽ കാണുന്നതാണ് വീട്. വീടിൻ്റെ മുമ്പിലായി ഈ കാണുന്ന 4 മീറ്റർ വിട്ടുള്ള ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡാണ് നൽകിയിരിക്കുന്നത്. 10ഓളം വില്ലകൾ വരുന്ന ഒരു വില്ലയിലാണ് ഈ വില്ല. ഇവിടെയായിട്ട് നല്ല മനോഹരമായിട്ടുള്ള മതിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായി സ്ലൈഡിങ് ഗേറ്റും കൊടുത്തിട്ടുണ്ട്. വാ നമുക്ക് അകത്തേക്ക് പോവാം. 2 വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല വിശാലമായിട്ടുള്ള മുറ്റമാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത്. ഇവിടെയായി ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ് മുറ്റത്ത് വിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിൻ്റെ കാർ പോർച്ചിലാണ്. അത്യാവശ്യം സ്പേസ് നടക്കാനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ പുറത്തെ വിശേഷങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. നല്ല മനോഹരമായിട്ടുള്ള സിറ്റ് ഔട്ടാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഗ്രാനൈറ്റിലാണ് സിറ്റ് ഔട്ട്. ഇവിടെ ആയിട്ടൊരു പില്ലർ നൽകിയിരിക്കുന്നു. ടെക്സ്ചർ വർക്കാണ് പില്ലറിൽ ചെയ്തിരിക്കുന്നത്. 3 പാളിയുടെ ഒരു ജനാല. ഇവിടെയാണ് മെയിൻ ഡോർ. മെയിൻ ഡോറിലോട്ട് വന്നു കഴിഞ്ഞാൽ 2 പാളിയാണ് മെയിൻ ഡോറിന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു വലിയ പാളിയും ഇവിടെ ഒരു ചെറിയ പാളിയും. ഇവിടെയായി ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോർ തുറന്ന് നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള ലിവിങ് സ്പേസിലേക്കാണ്. നല്ല സൗകര്യമാണ് ലിവിങ് സ്പേസിൽ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയായി ഒരു TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി പർഗോളകൾ. ഇവിടെയായി സാധനങ്ങളൊക്കെ വെക്കുന്ന ക്യൂരിയോസ് ഷെൽഫ്. ഇവിടെയായി സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. മുകളിലായി ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റും ചെയ്തിരിക്കുന്നു. ലിവിങ് സ്പേസിനോട് തൊട്ടടുത്ത് കിടക്കുന്ന ഡൈനിങ് റൂം. നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് റൂമാണ് ഇത്. ഇവിടെയായി 4 പാളിയുടെ ഒരു വലിയ ജനാല നൽകിയിരിക്കുന്നു. ഇവിടെയായി കൗണ്ടർ ടോപ്പ് നൽകിയിരിക്കുന്നു. ഗ്രാനൈറ്റിലാണ് കൗണ്ടർ ടോപ്പ്. ഇവിടെയായി സെറയുടെ വാഷ് ബേസിൻ, ഒരു ടാപ്പും. ഇവിടെയായി വാനിറ്റി കൗണ്ടർ നൽകിയിരിക്കുന്നു. മുകളിലായി സ്റ്റോറേജ് സ്പേസ്. ഡൈനിങ് സ്പേസിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ കിച്ചണിലേക്കാണ് പോകുന്നത്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ. ഇവിടെയായി ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിരിക്കുന്നു. 2 ഹാങ്ങിങ് ലൈറ്റും നല്ല മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു. ഇവിടെയായി ഒരു ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നൽകിയിരിക്കുന്നു. L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ്. മുകളിലും താഴെയുമായി കബോർഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി ഒരു ഹാൻഡ് മെയ്ഡ് സിങ്കും നൽകിയിരിക്കുന്നു. കിച്ചണ് പുറമെ വർക്ക് ഏരിയ സ്പേസ് വേണമെങ്കിൽ ചെയ്തു തരൂ. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണുള്ളത്. അതിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നല്ല വിശാലമായിട്ടുള്ള 1ാമത്തെ ബെഡ്റൂം. ഇവിടെയായി 2 പാളി ജനാല നൽകിയിരിക്കുന്നു. ഇവിടെയായി 3 പാളിയുടെ ഒരു ജനാലയും കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒരു വാർഡ്രോബ് ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെയായി ഇരിക്കാനുള്ള ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. മുകളിലായി ഫോൾ സീലിംഗ് വർക്കും ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. ഡോർ വരുന്നത് ഫൈബറിലാണ്, തേക്കൂട്ട് ഡിസൈനും. ഇവിടെയായിട്ടൊരു വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു, ടാപ്പും. സെൻറ്റർ ഭാഗത്തായി ഒരു ഷവറും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി ഒരു ക്ലോസറ്റ്. താഴത്തെ നിലയിലെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. ഡൈനിങ് റൂമിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ. ഹാൻഡ് റെയിൽ വരുന്നത് വുഡിലാണ്. സ്റ്റെപ്പ് നേരെ വരുന്നത് ഈ കാണുന്ന അപ്പർ ലിവിങ് സ്പേസിലാണ്. എൻ്റെ പുറകിലായി 3 പാളിയുടെ ഒരു ജനലും കൊടുത്തിട്ടുണ്ട്. നല്ല വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് സ്പേസാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഇവിടെയായി ഒരു TV യൂണിറ്റ്. മുകളിലായി ഫോൾ സീലിംഗ് വർക്കും നൽകിയിരിക്കുന്നു. ഇങ്ങോട്ട് പോയാൽ ബാൽക്കണി, ഇപ്പുറത്തോട്ട് പോയാൽ യൂട്ടിലിറ്റി സ്പേസ്. ഇവിടെയായി 1ാമത്തെ ബെഡ്റൂം, മുകളിലത്തെ നിലയിലത്തെ 1ാമത്തെ ബെഡ്റൂം. നല്ല വിശാലമായിട്ടുള്ള 1ാമത്തെ ബെഡ്റൂമാണ് ഇത്. ഇവിടെയായി നല്ല ഭംഗിയുള്ള വാർഡ്രോബും നൽകിയിരിക്കുന്നു. എൻ്റെ പുറകിലായി 3 പാളി ജനാലയും നൽകിയിരിക്കുന്നു. ഇവിടെയായി ഒരു ഇരിക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇവിടെയായി നേരത്തെ പറഞ്ഞ പോലെ സെറയുടെ വാഷ് ബേസിൻ, സെൻറ്റർ ഭാഗത്തായി ഷവർ, ക്ലോസറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂം നോക്കാം.
ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇരിക്കാനുള്ള സ്പേസ് ഇവിടെയും നൽകിയിരിക്കുന്നു. ഇവിടെയായി നല്ല ഭംഗിയുള്ള വാർഡ്രോബ്. ഇവിടെയായി 3 വാളിയുടെ ഒരു ജനാലയും നൽകിയിരിക്കുന്നു. മുകളിലായി ഫോൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇവിടെയായി സെറയുടെ ഒരു വാഷ് ബേസിൻ, സെൻട്രൽ ഭാഗത്തായി ഷവർ, ഇവിടെയായി ഒരു ക്ലോസറ്റ്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് പോകാം. ഇതാണ് ബാൽക്കണി. ഹാൻഡ് റെയിൽ വരുന്നത് സ്റ്റീലും ഗ്ലാസ്സിലുമാണ്. ഇവിടെയായി ഒരു പില്ലർ നൽകിയിരിക്കുന്നു. ടെക്സ്ചർ വർക്കാണ് പില്ലർ. ഇവിടെയായി 3 വാളിയുടെ ഒരു ജനാല നൽകിയിരിക്കുന്നു. മുകളിലായി LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യൂട്ടിലിറ്റി സ്പേസിലേക്ക് പോകാം. ഇവിടെയാണ് യൂട്ടിലിറ്റി സ്പേസ്. നല്ല വിശാലമായിട്ടുള്ള യൂട്ടിലിറ്റി സ്പേസ്. ഇവിടെയായി വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സൗകര്യവും നൽകിയിട്ടുണ്ട്. ഇവിടെയായി മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയറും കൊടുത്തിട്ടുണ്ട്. 4 സെൻറ്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂമുകളായിട്ട് നിർമ്മിച്ച ഒരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ വീഡിയോയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ വീട്ടിൽ നിന്ന് ആലുവയിലേക്കുള്ള ദൂരം 6 കിലോമീറ്ററാണ്. ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം 10 കിലോമീറ്ററും ബസ് റൂട്ടിലേക്കുള്ള ദൂരം 300 മീറ്റർ മാത്രമാണ്. ഈ വീടിൻ്റെ വില ചോദിക്കുന്നത് 83 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.